ഹലോ ഗുഡ് മോർണിംഗ് എവരി വൺ. ഞാൻ സ്ലോമോ മനേഷ്. ഇന്നത്തെ എൻ്റെ സെമിനാർ ടോപ്പിക്സ് റോൾ ഓഫ് പാലിനോളജി ഇൻ ടാക്സോണമി, അതായത് ടാക്സോണമിയിലെ പാലിനോളജിയുടെ പ്രാധാന്യം. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. ദ ആപ്ലിക്കേഷൻ ഓഫ് പോളൻ മോർഫോളജി ഇൻ പ്ലാന്റ് സിസ്റ്റമാറ്റിക്സ് ഈസ് കമ്പാരിറ്റീവ്ലി എ റീസെൻറ്റ് ട്രെൻഡ്. Pollen characteristics such as the type, number, position, and the structure of a portion and the internal structure of exane have immense taxonomic usefulness. അതായത് അടുത്ത കാലത്തായി പോളൻ മോർഫോളജി പ്ലാന്റ് സിസ്റ്റമാറ്റിക്സിൽ ധാരാളമായി ഉപയോഗിച്ചു വരുന്നു. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് പോളൻ ക്യാരക്ടേഴ്സിൻ്റെ ടാക്സോണമിക്കായുള്ള യൂസ്ഫുൾസ് ആണ്. അതായത് പോളൻ്റെ മോർഫോളജി, പോളൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ അല്ലേ, എന്നാലും ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തിയേക്കാം. പോളൻ എന്ന് പറയുന്നത് ഇസ് മെയിൽ ഫെർട്ടിലൈസിങ് ഏജൻറ്റ് ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ്. ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ മെയിൽ ഫെർട്ടിലൈസിങ് ഏജൻറ്റാണ് പോളൻ. അപ്പോൾ പോളൻ്റെ മോർഫോളജി, അതായത് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് പോളൻ ഈസ് യൂസ്ഡ് ഇൻ പ്ലാന്റ് സിസ്റ്റമാറ്റിക്സ്. ഇത് പ്ലാന്റിൻ്റെ ടാക്സോണമിയിൽ യൂസ് ചെയ്തു വരുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പോളന് ഒരു എക്സ്റ്റേണൽ വാളുണ്ട്. ഈ പോളനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ വാളിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സൈൻ. ഈ എക്സൈൻ എന്ന് പറയുന്നത് ഒരു തകർക്കാനാകാത്ത കോട്ട പോലെ നിൽക്കുക. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടാക്കിയിരിക്കുന്നത് സ്പോറോപൊളിൻ എന്ന ഒരു നാച്ചുറലായ ബാരിയർ കൊണ്ടാണ്. ഇറ്റ്സ് അൺബ്രേക്കബിൾ. അതുകൊണ്ട് തന്നെ ഇതൊരു ഫോസിലായിട്ട് യൂസ് ചെയ്യുന്നു. സോ ഈ ഫോസിൽ ഇത് എത്ര വർഷം കഴിഞ്ഞാലും അത് അതേപോലെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ടാക്സോണമിയിൽ യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരേ ജീനസിലുള്ള പല സ്പീഷീസുകളെ തിരിച്ചറിയാൻ പെട്ടെന്ന് സഹായിക്കുന്നു. ഇതുകൊണ്ടാണ് ഇതിനെ പ്ലാന്റ് ടാക്സോണമിയിൽ യൂസ് ചെയ്യുന്നത്. സോ pollen characters have often been in agreement with conclusions drawn from other fields of study, particularly anatomy. Pollen wall structure has become the subject of very detailed and critical study employing phase contrast and ultraviolet microscopy, as well as more conventional light microscopy. Ultrafine sections of grains have also been studied by electron microscope. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ പോളൻ ക്യാരക്ടേഴ്സ് മറ്റു പല ശാസ്ത്രശാഖകളുടെ കൺക്ലൂഷൻസിനെയും ശരിവെക്കുന്നതാണ്, എസ്പെഷ്യലി അനാറ്റമി. അപ്പം ഇത് പിന്നീട് വേറൊരു കാര്യം പറയുന്നത്, നമ്മൾ പോളൻ വാളിനെ കുറിച്ച് പറഞ്ഞല്ലോ, എക്സൈനെ കുറിച്ച്. അപ്പോൾ ഈ പോളൻ വാളിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഒരു ക്രിട്ടിക്കൽ സ്റ്റഡി തന്നെ പലരും നടത്തുന്നുണ്ട്. എങ്ങനെ ഇതിന് ഇത്രയും അൺബ്രേക്കബിളായി വന്നു എന്നൊക്കെ ആയിരിക്കാം അവർ സെർച്ച് ചെയ്യുന്നത്. എന്തായാലും ദേ ആർ സെർച്ചിങ് still. Okay. Then the pollen morphology can be utilized at specific generic or higher levels in taxonomic studies. അതായത് pollen morphology taxonomic studies in higher levelsലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. In many cases the type of pollen of a taxon is characteristic and constant. പല കേസുകളിലും ഒരു ടാക്സോണിൻ്റെ അതിലുള്ള എല്ലാ പോളൻസിനും സെയിം ക്യാരക്ടേഴ്സ് ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും എപ്പോഴും. Such a taxon is called Stenopalinus. അങ്ങനെ ഒരു ടാക്സോണിൻ്റെ പറയുന്ന പേരാണ് Stenopalinus. And examples are Poaceae, Cruciferaceae, Lapidacea ഒക്കെ. Then വേറൊരു കേസ് ഉണ്ട്. They are even within otherwise natural groups. The types of pollen may vary considerably in size, approach and stratification of exane. ഇവരിൽ ഈ ക്യാരക്ടേഴ്സ് മാറി വരും. പല പോളൻസിനും പല ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഇവരെ പറയുന്ന പേരാണ് Eurypalinus. The pollen grains of such taxa have great value to the taxonomist for subdivision into lower taxa. ഇങ്ങനത്തെ പോളൻ ഗ്രെയിൻസിന് ടാക്സോണമിസ്റ്റുകളുടെ ഇടയിൽ ഭയങ്കര വാല്യൂ ഉണ്ട്. കാരണം ഇവരെ ലോവർ ടാക്സ് ആയിട്ട് എളുപ്പത്തിൽ ഡിവൈഡ് ചെയ്യാം. സ്റ്റീനോപാലിനസ് ഫാമിലീസ് ആർ വെരി നാച്ചുറൽ. ആദ്യം പറഞ്ഞ ഗ്രൂപ്പുകാർ, അത് സ്റ്റീനോപാലിനസ് ഫാമിലീസ് വളരെ നാച്ചുറലായിട്ട് കാണപ്പെടുന്നവയാണ്. ബട്ട് യൂറിപാലിനസ് ഫാമിലീസ് അപ്പിയർ ടു ബി നാച്ചുറൽ ആൻഡ് ക്ലിയർലി ഹെറ്ററോജീനിയസ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ദ പോളൻ മോർഫോളജി ഹാസ് പ്ലേഡ് an important role in the splitting of genera. A good example is Polygonum sensillate, which contains many different types. അതായത് ഈ പോളൻ മോർഫോളജി ജനസിൻ്റെ സ്പ്ലിറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ റോൾ ആണ് വഹിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് പോളിഗണം സെൻസുലേറ്റ്. അതിനകത്ത് പല ടൈപ്സ് ഗ്രൂപ്പ്സ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ ഗ്രൂപ്പ്സ് ഇൻ വിച്ച് ദ ജീനസ് ഹാസ് ബീൻ ഡിവൈഡ് ഇൻ ദ പാസ്റ്റ് ആർ ഡിസ്റ്റിങ്ക്ട് ഇൻ ദിയർ പോളൻ ടൈപ്പ്. പണ്ട് കാലത്ത് ഡിവൈഡ് ചെയ്യുന്ന ജീനസിൻ്റെ പല ഗ്രൂപ്പ്സുകളും ഇപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അത് കാണപ്പെടുന്നത് കുറവാണ്. Hedberg in 1946 suggested a division into 7 genera using the pollen type together with general morphology and chromosome numbers. പല ആൾക്കാരും ഈ പോളനെ വെച്ച് പല സ്റ്റഡീസ് നടത്തി പല സജഷൻസ് വെച്ചിട്ടുണ്ട്. അതിൽ ഡേവിസ് ഇൻ 1960 ഡേവിസ് എന്നൊരാൾ സജസ്റ്റ് ചെയ്ത സംഭവമാണ് ദറ്റ് പോളൻ ക്യാരക്ടേഴ്സ് മേ ബി സക്സസ്ഫുള്ളി യൂസ്ഡ് ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ ആനുവൽ റാനിക്കുലസ് ഇൻ ദ അബ്സൻസ് ഓഫ് ഫ്രൂട്ട്സ്.
ഈ റാനുക്കുലസ് എന്ന് പറയുന്നത് ഒരു പൂവാണ്, ഒരു ചെടിയാണ്. അപ്പോൾ ഇവയുടെ ഫ്രൂട്ട്സിൻ്റെ അബ്സെൻസിലും ഇവയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ പോളൻ ക്യാരക്ടേഴ്സിന് സാധിക്കുമെന്ന് 1916 ഡേവിസ് എന്നയാൾ സജസ്റ്റ് ചെയ്തു. The palynology does not support the existence of a sharp line of demarcation between monocotyledons and dicotyledons. അതായത് ഈ മോണോകോട്ടിലോഡൻസിൻ്റെയും ഡൈക്കോട്ടിലോഡൻസിൻ്റെയും ഇടയിലുള്ള ഒരു ഷാർപ്പ് ലൈൻ ഓഫ് ഡിമാർക്കേഷൻ, അതായത് ഡിമാർക്കേഷൻ എന്ന് വെച്ചാൽ അതിർത്തി, ഇത് ബോർഡർ എന്നൊക്കെ പറയാം, അതിൻ്റെ എക്സിസ്റ്റൻസിനെ പാലിനോളജി സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ മോണോകോട്ട് ക്യാരക്ടേഴ്സ് കാണപ്പെടുന്നത് അനോനേസി, മാഗ്നോലേസി, നിംഫേസി, പൈപ്രേസി എക്സെട്രാസ്. ചിലരിൽ സം മോണോകോട്ട് എക്സിബിറ്റ് സെർട്ടൻ ഡൈക്കോട്ട് ക്യാരക്ടേഴ്സ്. ചില മോണോകോട്ടിന് ഡൈക്കോട്ട് ക്യാരക്ടേഴ്സും കാണപ്പെടുന്നുണ്ട്. Pollen grains with composite apertures have been found only in typical dicotyledons. Composite apertures ഉള്ള pollen grains ടിപ്പിക്കൽ ഡൈക്കോട്ടിലോഡൻസിൽ മാത്രമേ കാണപ്പെടാറുള്ളൂ. ഈ ആൻജിയോസ്പേംസിൽ ഇതുവരെ 2 ബേസിക് ടൈപ്പ് ഓഫ് പോളൻ ഗ്രെയിൻസിനെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അതിലൊന്നാമത്തേതാണ് മോണോസൾക്കേറ്റ്, രണ്ടാമത്തേത് ട്രൈക്കോൾപേറ്റ്. അപ്പോൾ മോണോസൾക്കേറ്റ് പോളൻ ഗ്രെയിൻസ് ആർ ബോട്ട് ഷേപ്ഡ് ആൻഡ് ഹാവ് വൺ ലോങ് ജെർമിനൽ ഫെറോ ആൻഡ് ജെർമിനൽ അപ്പേർച്ചർ. ഈ മോണോസൾക്കേറ്റ് പോളൻ ഗ്രെയിൻസിന് ബോട്ട് ഷേപ്പാണ്. They have one long germinal furrow and a germinal aperture. Such pollens are characteristics of primitive dicots, majority of monocots, cycads and pteridosperms. ഈ പോളൻസ് പറയുന്നത് പ്രിമിറ്റീവായ ഡൈക്കോട്സിൻ്റെയും മെജോറിറ്റി ഓഫ് മോണോക്കോട്സിൻ്റെയും സൈക്കാഡ്സിൻ്റെയും ടെറിഡോസ്പെംസിൻ്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ്. Then the tricolpate grains are globose symmetrical with 3 germinal apertures and are characteristics of advanced dicots. അപ്പോൾ ഈ ട്രൈക്കോൾപേറ്റ് ഗ്രെയിൻസിന് ഗ്ലോമോസ് സിമെട്രിക്കലാണ്, 3 ജെർമിനൽ അപ്പേർച്ചേഴ്സ് ഉണ്ട്. ഇവരെന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ആയി ഡൈക്കോൺസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സാണ്. 1967 ബ്രൂബേക്കർ എന്ന വ്യക്തി ആൻജിയോസ്പെംസിൻ്റെ 2000 സ്പീഷീസ് ഓഫ് പോളൻ്റെ സൈറ്റോളജി സ്റ്റഡി ചെയ്തു. അതിൽ 265 ഫാമിലിയിൽ സ്റ്റഡി ചെയ്തതിൽ 179 എണ്ണം ബയോന്യൂക്ലിയേറ്റും 54 എണ്ണം ട്രൈ ന്യൂക്ലിയേറ്റും 32 എണ്ണം ബോത്ത് ബൈ ആൻഡ് ട്രൈ ന്യൂക്ലിയേറ്റ് പോളൻസ് ആയിരുന്നു. ബൈ ആൻഡ് ട്രൈ ന്യൂക്ലിയേറ്റ് പോളൻസ് പറയുന്നത് അറ്റ് ദ ടൈം ഓഫ് റിലീസ് ഫ്രം ദ മൈക്രോസ്പൊറാഞ്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ടൈമിൽ രണ്ട് ന്യൂക്ലിയേറ്റ് ആയിട്ട് പോളൻ പുറത്തു പോകുന്നതിനാണ് ബൈ ന്യൂക്ലിയേറ്റ് എന്നും 3 എണ്ണമാണ് ട്രൈ ന്യൂക്ലിയേറ്റ് എന്ന് പറയുന്നത്. ഹി ഓൾസോ ഫൗണ്ട് ദൻ അക്വാറ്റിക് സ്പീഷീസ് വിത്ത് സബ്മർജ്ഡ് ഫ്ലവേഴ്സ് ഷെഡ് ദിയർ പോളൻ ഇൻ ട്രൈ ന്യൂക്ലിയേറ്റ് സ്റ്റേജ്. അദ്ദേഹം വേറൊരു കാര്യം കണ്ടുപിടിച്ചെന്ന് വെച്ചാലും അക്വാറ്റിക് സ്പീഷീസിലെ സബ്മർജ്ഡായ ഫ്ലവേഴ്സും ഇതേ ട്രൈ ന്യൂക്ലിയേറ്റ് സ്റ്റേജാണ് ഫോളോ ചെയ്യുന്നതെന്നാണ്. 1974 P.K.K. നായർ എന്ന വ്യക്തി പ്ലാന്റ് കിങ്ഡത്തിൻ്റെ പാലിനോളജിക്കൽ ക്ലാസിഫിക്കേഷനെ 3 ഗ്രൂപ്പായി തിരിച്ചു. ഒന്ന് അമോർഫോസ്പോറോഫൈറ്റ ഇൻക്ലൂഡ്സ് താലോഫൈറ്റ വിത്ത് നോ അപ്പിയർച്ചൽ മാർക്കിങ്സ്. 2 ട്രൈമോർഫോസ്പോറോഫൈറ്റ ഇൻക്ലൂഡ്സ് പാർക്കിഗോണിയേറ്റി വിത്ത് മോണോലീറ്റ്, ട്രൈലീറ്റ് ആൻഡ് ആലീറ്റി സ്പോർസ്. 3 പോളിമോർഫോസ്പോറോഫൈറ്റ ഇൻക്ലൂഡ്സ് ആൻജിയോസ്പെർമ്സ് വിത്ത് ഡൈവേഴ്സ് ഫോംസ് ഓഫ് അപ്പേർച്ചൽ ടൈപ്സ്. Based on the characters of apertures and exine sculpturing, angiosperms are grouped under 2 categories. Exine sculpturinൻ്റെയും അപ്പേർച്ചേഴ്സിനെയും ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ആൻജിയോസ്പെംസിനെ 2 ഗ്രൂപ്പായി തിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് വൺ യൂറി പാലിനസ് ഫോംസ്, എക്സാമ്പിൾ കോമ്പോസിറ്റി. 2 സ്റ്റീനോ പാലിനസ് ഫോംസ്, എക്സാമ്പിൾ ക്രൂസിഫെറേ. ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ യൂറി പാലിനസ് ഫോംസും സ്റ്റീനോ പാലിനസ് ഫോംസും. ഇവയെന്ന് പറയുന്നത് വേറൊന്നുമില്ല, സ്റ്റീനോ പാലിനസ് ഫോംസിൻ്റെ പോളൻ ക്യാരക്ടേഴ്സ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. യൂറി പാലിനസിൻ്റെ പോളൻ ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോന്നിനും ഓരോ ക്യാരക്ടേഴ്സ് ആയിരിക്കും. ദെൻ ദ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പോളൻ ഗ്രെയിൻസ്. ഈ പോളൻ ഗ്രെയിൻസിൻ്റെ എക്കണോമിക്കലായിട്ടുള്ള ഇമ്പോർട്ടൻസ്. സോ എയർബോൺ പോളൻ മേ കോസ് അലർജീസ് ആൻഡ് വേരിയസ് ഡിസീസസ് ടു ഹ്യൂമൻ ബീങ്സ്. ഇറ്റ് ഹാസ് ആപ്ലിക്കേഷൻസ് ഇൻ വേരിയസ് ഫീൽഡ്സ്. അതായത് ഈ വായുവിലൂടെ പോകുന്ന പോളൻ അത് മനുഷ്യനിൽ പല അലർജിക്കും കാരണമാകുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ വേരിയസ് ഫീൽഡ്സിൽ ഇതിൻ്റെ പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് അതൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ, ദ ഹ്യൂമൻ ഫുഡ്. The use of pollen grains as food is not common but has long been a practice among tribals. പോളൻ ഗ്രെയിൻസിനെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നത് അത്ര കോമൺ ആയിട്ട് കാണപ്പെടുന്നില്ലെങ്കിലും ഇത് ട്രൈബൽസിനിടയിൽ, അതായത് ഈ കാട്ടിൽ ജീവിക്കുന്നവരുടെ ഇടയിൽ കോമൺ ആയിട്ട് തന്നെ കാണപ്പെടുന്ന ഒന്നാണ്. അമേരിക്കൻ ഇന്ത്യൻസ് യൂസ് ദ പോളൻസ് ഓഫ് ടൈഫ ഫോർ പ്രിപ്പയറിംഗ് പോളൻ സൂപ്പ് ഓർ ഗ്രുവൽ. അമേരിക്കൻ ഇന്ത്യൻസ് പോളൻ്റെ ടൈപ്പായ ടൈഫയെ പോളൻ സൂപ്പ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാറുണ്ട്. സം ട്രൈബൽസ് ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ യൂസ് ടൈഫ പോളൻസ് ആസ് ഫുഡ്. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ചില ട്രൈബൽസും ഈ ടൈഫ പോളൻസിനെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നു. ദ പോളൻസ് ആർ മിക്സ്ഡ് വിത്ത് വാട്ടർ ആൻഡ് ദെൻ ബേക്ക്ഡ് ടു മേക്ക് കേക്ക്. ചില പോളൻസിനെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കേക്ക് ഉണ്ടാക്കാനും ചെയ്യുന്നു. ബി കളക്റ്റഡ് പോളൻസ് ആർ സെഡ് ടു ബി ആൻ എക്സലൻറ്റ് സോഴ്സ് ഓഫ് വിറ്റമിൻസ് ബി, സി, ഡി ആൻഡ് ഇ. ചില പോളൻസിൽ, അതായത് ബി കളക്റ്റഡ് ആയ
തേനീച്ച കളക്ട് ചെയ്യുന്ന പോളൻസ്. അതിൽ വൈറ്റമിൻസ് ധാരാളമായി കണ്ടെത്തിയിട്ടുണ്ടെന്നാണ്. B, C, D, E വൈറ്റമിൻസ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തേത് മെഡിസിൻ. The pollens of typha laxmani are astringent and atypic, and those of Cycas ricinalis are narcotic. Spores of Adiantum philippines are used in the treatment of leprosy and other skin diseases. അതായത് അഡയാൻഡം ഫിലിപ്പീൻസ് എന്ന പോളൻ്റെ സ്പോർസും ലെപ്രോസിൻ്റെയും മറ്റു പല സ്കിൻ ഡിസീസിൻ്റെയും ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യും. ഈ ലെപ്രോസി എന്ന് പറയുന്നത് ഒരു സ്കിൻ ഡിസീസ് തന്നെ കേട്ടോ. മൈക്രോ ബാക്ടീരിയം ലെപ്രിയെ എന്ന ബാക്ടീരിയ മൂലം നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ് ഈ ലെപ്രോസി എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ ഭേദമാക്കാവുന്ന ഒരു മരുന്നാണ് അഡയാൻഡം ഫിലിപ്പീൻസിൻ്റെ സ്പോർസ് എന്ന് പറയുന്നത്. ദെൻ BA കളക്റ്റഡ് പോളൻസ് മിക്സ്ഡ് വിത്ത് കോഫി, മിൽക്ക്, ഹണി, പൊട്ടറ്റോ ആൻഡ് ചോക്ലേറ്റ് ആർ പ്രിസ്ക്രൈബ്ഡ് ടു ക്യൂർ മെനി ഡിസോർഡേഴ്സ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ പല ഡിസോർഡേഴ്സിനെയും ക്യൂർ ചെയ്യാവുന്ന മരുന്നാണ് B കളക്റ്റഡ് പോളൻസ് മിക്സ് ചെയ്ത കുറച്ച് കൂട്ട്. ദേ ആർ ഓൾസോ യൂസ്ഡ് ടു ബ്യൂട്ടിഫൈ ദ സ്കിൻ. നമ്മുടെ സ്കിന്നിനെ ബ്യൂട്ടിഫൈ ചെയ്യാനും ഇത് യൂസ് ചെയ്യാറുണ്ട്. മൂന്നാമത്തേത് Paleobotany and geology. Study of the pollen fossils found in lignite, coal and oil-bearing sediments has been significant in economic geology and in oil exploration. അതായത് ലിഗ്നൈറ്റും കോളും ഓയിൽ കണ്ടൻറ്റുകളുള്ള സ്ഥലത്ത് നിന്ന് എടുക്കപ്പെട്ട പോളൻ്റെ ഫോസിൽസ്, അതായത് അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള പോളൻ ഫോസിൽസ്. ഈ പോളൻ ഫോസിലാണെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ ഫോസിൽസിൽ നടത്തിയ സ്റ്റഡിയിൽ അവിടെ ഇതൊക്കെ ധാരാളമായി കണ്ടുവരുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. സോ ദിസ് ഇസ് ആൻ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഇൻ ഇന്ത്യ. It is of primary importance to study microfossils of the offshore sedimentary deposits. Then the fourth one, pollen industry. The importance of pollen in human health and welfare has sponsored the development of pollen industry. ഹ്യൂമൻ ഹെൽത്തിനും വെൽഫെയറും മനുഷ്യൻ്റെ ആരോഗ്യത്തിനും വെൽഫെയറിനും ഒക്കെയിൽ പോളൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് പോളൻ ഇൻഡസ്ട്രി തന്നെ ഡെവലപ്മെൻറ്റായി വരുന്നുണ്ട്. ഫോർ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹേ ഫീവർ, പോളൻ ഗ്രെയിൻസ് ആർ കളക്റ്റഡ് ആൻഡ് സോൾഡ് ഓൺ കൊമേഴ്ഷ്യൽ സ്കെയിൽ. ഈ ഹേ ഫീവർ എന്ന് പറയുന്നത് ഒരു അലർജിക് അസുഖമാണ് കേട്ടോ. ഇതിനെ അലർജിക് റൈനൈറ്റിസ് എന്നാണ് പറയുന്നത്. ഓൾസോ നെയിം ആസ് ഹേ ഫീവർ. ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് വെറുതെ കണ്ണിൽ നിന്ന് വെള്ളം വരിക, സ്നീസിങ്, തുമ്മലൊക്കെയാണ്. അപ്പം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനും പോളൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ പോളൻ ഇൻഡസ്ട്രീസ് ഇൻ ദ ഇനീഷ്യൽ ഫേസ് ഈസ് ഇൻക്രീസിംഗ്ലി ഗെയിനിങ് ഇമ്പോർട്ടൻസ്. ഈ പോളൻ ഇൻഡസ്ട്രി ആരംഭഘട്ടത്തിലാണെങ്കിൽ പോലും ഇത് വളരെ പെട്ടെന്ന് തന്നെ പടർന്ന് പന്തലിക്കുന്നുണ്ട്. ഇൻ ദ USA, the pollen grains of Quercus and Timothy are sold as sugar-coated tablets under the trade name Cernitin, Cernitol, Polotan and Policin. അമേരിക്കയിൽ ക്വാർക്കസ് ആൻഡ് തിമോത്തി, നല്ല പേരില്ലേ. ഈ പോളൻ ഗ്രെയിൻസൊക്കെ ഷുഗർ കോട്ടഡ് ടാബ്ലറ്റ്സ് ആയിട്ട് സെർനിറ്റിൻ, സെർനൈറ്റോൾ, പൊളാറ്റൻ, പൊളിസൺ എന്ന പേരിൽ സോൾഡ് ചെയ്യുന്നുണ്ട്. ഫിഫ്ത്ത് ആൻഡ് ദ ലാസ്റ്റ് വൺ, pollen studies provide a reliable method in checking adulteration of drugs prepared from floral parts. ഈ ഫ്ലോറൽ പാർട്സിൽ നിന്ന് ഉൽപ്പാദിക്കുന്ന ഡ്രഗ്സ് അഡൽട്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഈ പോളൻസ് സഹായിക്കാറുണ്ട്. In India, there are numerous floral drugs and their detailed palynological knowledge can be used in minimizing drug adulteration. The study of pollen grains also has a role in checking smuggling and criminal activities. The pollen grains recovered from the mud present on the clothes of criminals provide information about its movements, leading to the detection of crime. അതായത് ഈ കുറ്റവാളികളുടെ ക്ലോത്ത്സിൽ, ഡ്രസ്സിൽ ആയിട്ടുള്ള ചെളിയിലൊക്കെ മഡിലൊക്കെ കാണപ്പെടുന്ന പോളൻ ഗ്രെയിൻസ് റിക്കവർ ചെയ്ത് അതിൽ സ്റ്റഡി നടത്തുമ്പോൾ കുറ്റവാളിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും അയാളുടെ മൂവ്മെൻറ്റ്സിനെ കുറിച്ചും ഈ ക്രൈമിനെ കുറിച്ചുള്ള ഡിറ്റക്ഷനൊക്കെ ലീഡ് ചെയ്യുന്നു ഈ പോളൻ ഗ്രെയിൻസ്. സോ മച്ച് ഇമ്പോർട്ടൻസ് ഇൻ ഹിയർ. ഇൻ അഡീഷൻ ടു ദ എബോവ് അഡ്വാൻറ്റേജസ്, പോളൻസ് മേ കോസ് അലർജി ആൻഡ് സം ഡിസീസ് ഇൻ ഹ്യൂമൻ ബീങ്സ്. ഇതൊക്കെ കൂടാതെ പോളൻസ് മനുഷ്യരിൽ അലർജിക്കും പല തരത്തിലുള്ള രോഗങ്ങൾക്കും കാരണമാകാറുണ്ട്. ദി ഇമ്പോർട്ടൻറ്റ് ഡിസീസസ് കോസ്ഡ് ആർ ഹേ ഫീവർ, ആസ്മ, ഡെർമറ്റൈറ്റിസ് എക്സെട്ര. ഇവർ കാരണം ഉണ്ടാകുന്ന പ്രധാന രോഗങ്ങളാണ് ഹേ ഫീവർ, ആസ്മ, ഡെർമാറ്റിസ് എക്സെട്ര. ചെറിയ സംശയം തോന്നുന്നുണ്ടാവില്ലേ, ഈ ഹേ ഫീവർ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതെ, ഇവർ തന്നെ ഉണ്ടാക്കുന്ന രോഗത്തിന് ഇവർ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ്. സോ ഇവിടെ കൊണ്ട് എൻ്റെ ടോപ്പിക്ക് തീരുകയാണ്. കേട്ട എല്ലാവർക്കും നന്ദി. മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അങ്ങനെ കരുതുമ്പോൾ എനിക്ക് സന്തോഷം. എന്നാലും നിർത്തി.